ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പെസഹ അപ്പം പുഴുങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അത്യാവശ്യം വീട്ടിലെ ചോറും കറിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം ചില സ്ഥലത്ത് പല പല രീതികളായിരിക്കും. ഇപ്പം നമ്മുടെ രീതിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ പെസഹ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ചെറിയുള്ളി. അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടതാണ് ഉഴുന്ന്, ജീരകം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഉഴുന്ന് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകി, പിന്നെ ജീരകമൊക്കെ നല്ല വൃത്തിക്ക് കഴുകി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നിനെ ഒന്ന് അരച്ചെടുക്കണം. നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചെറിയുള്ളിയും ജീരകവും ഒക്കെ കൂടെ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഉഴുന്നിന് ചിലപ്പം ചിലതിനകത്ത് അതിൻ്റെ ഒരു തോട് പോലെ ഒരു ബ്ലാക്ക് കളർ കാണും കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അടുത്തത് നമ്മുടെ ചെറിയുള്ളിയും ജീരകവും കൂടെ നമ്മൾ ഒന്നൊതുക്കി ഒന്നരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നമ്മുടെ ഉഴുന്ന് നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും ജീരകവും കൂടെ അരച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ തേങ്ങ. അപ്പം തേങ്ങ നമ്മൾ ഒരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ നമ്മൾ എന്തോരം പൊടിക്കാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് ഒക്കെ കൂട്ടവും എല്ലാ സംഭവത്തിനെയും കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ അരിപ്പൊടി ഒന്ന് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണം. കാരണം അതിനകത്ത് ഇങ്ങനെ കട്ട കട്ട ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലത്തെ സംഭവം നമ്മൾക്ക് വേണ്ട. അത് നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. കണ്ടോ, അതൊരു ഇങ്ങനെ കട്ട കെട്ടി ചെറിയ ചെറിയ ഉണ്ട പോലെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അത് നമുക്കൊരു പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ അരിപ്പൊടി മുഴുവൻ ഇതുപോലെ ഒന്ന് ഈ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയ കിട്ടുന്ന ഈ തരിതരി ഉണ്ടോ, ഈ ചെറിയ ചെറിയ ഇതുപോലത്തെ സംഭവം നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർത്ത് വെക്കും കേട്ടോ. അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്തൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി മാത്രമായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ അരിച്ചെടുത്ത ആ ചെറിയ ചെറിയ ഉണ്ട പോലത്തെ സംഭവം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം പുഴുങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ ഒരു കലത്തിനകത്താണ് കേട്ടോ നമ്മൾ അപ്പം പുഴുങ്ങുന്നത്. ചിലർ അപ്പച്ചെമ്പിലൊക്കെ അപ്പം പുഴുങ്ങും. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതികൾ കേട്ടോ. നമ്മളിപ്പം പണ്ട് തൊട്ടേ ഇങ്ങനെ ഈ കലത്തിലാണ് നമ്മുടെ ഇവിടെയൊക്കെ അപ്പം പുഴുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ പുഴുങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നാലേ നമ്മുടെ അപ്പം അല്ലെങ്കിൽ അതിനെ തൊട്ടിയിരിക്കും. അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ തേച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പയാണ് നമ്മുടെ അപ്പത്തിന് വേണ്ടി കുഴയ്ക്കുന്ന ആൾ. അപ്പം പപ്പ റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഉഴുന്നും ചെറിയുള്ളിയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരിപ്പൊടി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് കുഴയ്ക്കുക, അത് മെയിനായിട്ടുള്ള ഒരു സംഭവമാണ്, കുഴയ്ക്കുക എന്നുള്ള സംഭവം. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചുകൊണ്ടേയിരിക്കുക. ആദ്യമേ കോരി വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ ഒഴിക്കുക ആവശ്യത്തിനനുസരിച്ച്. അപ്പം നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ആ ഒരു അരിപ്പൊടീൻ്റെ ചെറിയ ചെറിയ ഉണ്ടയില്ലേ, അപ്പം അതും കൂടെ നമ്മൾ വെള്ളത്തിൽ കുഴച്ച് വെച്ചായിരുന്നല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അപ്പം ചൂടേണ്ട ആ ഒരു കുഴച്ച് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതെത്തണം. അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പണി. ആദ്യം കോരി കുറേ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പം പുഴുങ്ങാൻ 2 ടൈപ്പ് നമ്മൾ ഇലയിലും ഇലയുടെയും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഫസ്റ്റ് നമ്മൾ കുരിശപ്പത്തിന് വേണ്ടി എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇലയടയ്ക്ക് വേണ്ടി നമ്മൾ ഇലയ്ക്കകത്തേക്ക് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, വെള്ളത്തിൻ്റെ ആ ഒരു അളവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മുടെ കുരിശപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളത് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ കുരിശ്, നമ്മൾ ഓശാന പെരുന്നാളിന് നമുക്ക് കിട്ടിയ ഓശാനയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഓല കിട്ടുമല്ലോ. അപ്പോൾ ആ ഓലയ്ക്കകത്ത് നിന്ന് നമ്മൾ മുറിച്ചെടുത്ത ഓല കുരിശാകൃതിയിലാക്കിയിട്ടാണ് നമ്മൾ ഈ കുരിശപ്പത്തിൻ്റെ നടുക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കുരിശപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ കുരിശ് വെക്കുമ്പോൾ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കുരിശപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുരിശൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അതിന് നടുക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവെടുത്ത് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തിട്ട് അത് വാട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഈ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി വെയിലത്തിട്ട് വാട്ടി വെച്ചേക്കുന്ന ഇലയാണ് ഇത്. നമ്മൾ തീക്കകത്തൊന്നും വെച്ച് വാട്ടുന്നില്ല. വെയിൽ തന്നെ തീനേക്കാട്ടിയും വലിയ ചൂടുള്ള വെയിലാണ്. അപ്പോൾ പണ്ട് തൊട്ട് നമ്മളങ്ങനെ കേട്ടോ, വെയിലത്താണ് നമ്മൾ ഈ ഇല വാട്ടുന്നത്. അപ്പം നമ്മളുടെ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള കലം കണ്ട്, കലത്തിനകത്ത് കുറേ സംഭവങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് കുറച്ച് ചകിരി, ചിരട്ട, പിന്നെ ഇതുപോലെ ഈ വാഴയില കീറിയതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്തോട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ അപ്പമൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ആദ്യം നമ്മൾ നമ്മുടെ ചകിരിയും ചിരട്ടയും പിന്നെ വാഴയിലേൻ്റെ നമ്മൾ കീറിയിട്ട് ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ കലത്തിനകത്ത് വെക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. കുറേ വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആദ്യം നമ്മൾ ഇലയടയൊക്കെ വെക്കും. നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ കുറേയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇലയുടെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കുരിശപ്പം വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത് നമ്മളുടെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ തീ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് തീ കത്തണം. നമ്മുടെ അപ്പം അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. തീ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കത്തണം, എന്നാലേ ഈ അപ്പം നല്ല അടിപൊളിയായിട്ട് വേവത്തുള്ളൂ. അല്ലെങ്കിൽ ചില സ്ഥലം വേകാണ്ടും ചില സ്ഥലം വെന്തിട്ടും ഇരിക്കും. അപ്പോൾ നമ്മൾ ഇലയുടെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുരിശപ്പമാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് വെച്ചു, ഒരു വാഴയില വെച്ച് അത് മൂടിയും വെച്ചു കേട്ടോ. ഇനി നമ്മൾ നല്ല വൃത്തിക്ക് ഇത് നമ്മുടെ ഈ കലം അടച്ചു വെക്കണം, എന്നാലേ അത് നന്നായിട്ട് വേകുള്ളൂ. ഇനി നമ്മുടെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാലാണ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തേങ്ങയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് നമ്മളത് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിനി ഈ കുരിശപ്പത്തിന് വേണ്ടിയിട്ടുള്ള പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്തിട്ട് നല്ല വൃത്തിക്ക് എടുത്തിട്ട് നമ്മളത് ഒരു കലത്തിലേക്ക് നമ്മൾ ഒഴിക്കുക കേട്ടോ. കലത്തിലേക്കാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വൃത്തിക്ക് നല്ല അരിച്ച് അതിനകത്തുള്ള അടിപൊളിയായിട്ടുള്ള പാലെല്ലാം നമ്മൾ എടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കേട്ടോ. നമ്മൾ അടുപ്പയിലേക്ക് വെച്ചു ഓൾറെഡി. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ കുറച്ച് ജീരകവും, പിന്നെ എന്നതായിരുന്നു ജീരകവും ഞാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ജീരകവും പഞ്ചസാരയും പിന്നെ നമ്മുടെ എന്നതായിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി, ഏലക്കയും ഒക്കെ കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മിക്സിക്കകത്തായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു. ആക്സലാണെങ്കിൽ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല, അവൻ ഇത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കയറിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ പാലിനകത്തേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് കേട്ടോ. ഈ ജീരകവും പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെല്ലം ഒരു മൂന്നാലഞ്ചെണ്ണം നമുക്ക് ഇടാം. ആവശ്യത്തിന് ഓരോരുത്തർക്ക്, ചിലർക്ക് അധികം മധുരം വേണ്ട, ചിലർക്ക് നല്ല മധുരം വേണം.
അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചിലർ നമ്മുടെ വെല്ലമൊക്കെ ഇങ്ങനെ ചീകി ചീകി ഇടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും ഇളക്കുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചീകി ചീകി ഇടുവാണെങ്കിൽ പെട്ടെന്ന് അതൊരു അലിഞ്ഞ് അങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് ഫുള്ളായിട്ട് നമ്മൾ എന്നാണ് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കും, ഉറപ്പാണ്. അപ്പം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടീൻ്റെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പാലിനകത്തേക്കും ഈ കുരിശോല നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടിനകത്തും നമ്മളിട്ടു, അപ്പത്തിനകത്തും ഇട്ടു, നമ്മുടെ പാലിനകത്തും ഇട്ടു. അങ്ങനെ നമ്മളുടെ പാൽ അടിപൊളിയായിട്ട് റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാലിനകത്ത് മുക്കിയിട്ട് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം അപ്പമൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തറവാട്ടിലൊക്കെ പോയി, അങ്ങനെയാണ് പണ്ട് തൊട്ടേ ചെയ്യുന്നത് കേട്ടോ. തറവാട്ടിലൊക്കെ പോയി അവിടെ നിന്ന് അപ്പം മുറിച്ച് അങ്ങനെ മുകളിലേക്ക് നമ്മൾ കയറി വരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും താഴെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അപ്പമൊക്കെ മുറിച്ച് എല്ലാവരും അപ്പമൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി അവിടെ നിന്ന് തൊട്ട് എല്ലാവരുടെയും വീട്ടിൽ കയറിയാണ് ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മൂത്തവരനുസരിച്ചാണ് നമ്മൾ അപ്പം കൊടുക്കുന്നത്. ഏറ്റവും മൂത്തയാൾക്ക് ആദ്യം, അപ്പോൾ ലാസ്റ്റാണ് നമ്മളുടെ ആക്സിൽ കേട്ടോ. അപ്പോൾ ആക്സിൽ എന്താണ് സംഭവം എന്നൊന്നും അധികം മനസ്സിലാവുന്നില്ല. എന്നാലും ആക്സിൽ എല്ലായിടത്തുനിന്നും അപ്പമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിനി അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തി. അന്നേരത്തേനും ആക്സിൽ ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു കേട്ടോ. മടുത്തു, ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര കുരുത്തക്കേടൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ നിന്നും അപ്പം മുറിച്ച് അപ്പമൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് എല്ലാവരും ഇവിടെ നിന്നാണ് പിരിയുന്നത്. അത് എല്ലാ വർഷത്തെയും ഒരു പതിവാണ്. അപ്പം എല്ലായിടത്തും കയറി അപ്പമൊക്കെ മുറിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അതൊരു രസമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പെസഹ അപ്പത്തിൻ്റെയൊക്കെ വീഡിയോ. അപ്പമൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി മുറിച്ചിട്ട് എല്ലാവരും മടുത്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടുമല്ലേ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.